ഇന്നത്തെ വീഡിയോ ഒരു അംബ്രല ഗൗണാണ്. അതിൻ്റെ കൂടെ ഒരു കേപ്പ് ഷ്രഗും കൂടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ പ്ലീറ്റഡ് അംബ്രല ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് സ്കേർട്ടിൻ്റെ പോർഷനിൽ. അതുപോലെ തന്നെ ചെസ്റ്റിൽ യോക്കിൻ്റെ പോർഷനിലും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അത് നമ്മൾ ഒരു 5 സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ യോക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 10.5 ഇഞ്ചാണ് യോക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് നമ്മൾ ആം ഹോളായിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 1.5 ഇഞ്ച് സിം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. സീം അലവൻസോട് കൂടിയിട്ടുള്ള വേസ്റ്റ് റൗണ്ടും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി നെക്കാണ് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളിതെല്ലാം ലൈനിങ് ക്ലോത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ 2.5 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 4.5 ഇഞ്ചാണ്. ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്കിൽ സെയിം അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഗൗണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു 4 മീറ്റർ മെറ്റീരിയൽ വേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു 8 ഇയറിലുള്ള മെഷർമെൻറ്റാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. എന്നാൽ പോലും ഇത്രയും കൂടുതൽ ക്ലോത്ത് നമുക്ക് വേണ്ടി വന്നത് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് നമ്മൾ അംബ്രല ആൻഡ് ബോക്സ് പ്ലീറ്റഡ് ആയിട്ടുള്ള പ്ലീറ്റും കൂടി നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നോർമലി നമ്മൾ എടുക്കണേക്കാൾ കൂടുതൽ നമുക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മെയിൻ ക്ലോത്തിലേക്കും കൂടി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് യോക്കിൻ്റെ പാർട്ടിൽ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്വയർ പീസ് തന്നെ കുറച്ച് ലെങ്ത്തിൽ റെക്റ്റാങ്കിൾ പോലെ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് ലൈനിങ് മാത്രം വെച്ചാലും മതിയാവും. ഞാനിപ്പോൾ ഇതിന് സാറ്റിൻ്റെ തന്നെ മെയിൻ ക്ലോത്തും കൂടി 2 ക്ലോത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നെക്കൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് ഈ പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പ്ലീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. നെക്കൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലീറ്റ് ചെയ്തെടുത്തിട്ട് ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു പ്ലീറ്റ് ചെയ്യാനുള്ള ഫാബ്രിക്കിൻ്റെ സെൻറ്റർ പോർഷനിലേക്കാക്കി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നെക്കൊന്ന് ജസ്റ്റ് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നോർമൽ സ്റ്റിച്ചാണ്. നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാണ്ട് ഫിഷിംഗ് പേപ്പറൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ നോർമലി കറക്റ്റായിട്ട് മറിച്ചെടുക്കുന്ന പോലെ ഒന്ന് മറിച്ചെടുക്കാം. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് മറിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുള്ള ആ പീസിന് ഒന്ന് പ്ലീറ്റ് ചെയ്തിട്ട് ചെസ്റ്റിൻ്റെ യോക്കിൻ്റെ പോർഷനിലേക്കായിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ കട്ടുകൾ ഇട്ടിട്ടൊന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് മറിച്ചെടുത്തതിന് ശേഷം പ്ലീറ്റുകളാക്കേണ്ട ആ ഭാഗം ഒന്ന് ജസ്റ്റ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ആക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും. താഴോട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നമ്മുടെ യോക്കിൻ്റെ അതേ ഒരു അളവിൽ നമ്മൾ സൈഡുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പ്ലീറ്റ്സിൻ്റെ മുകളിലായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നതും നല്ലതാണ്. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ സേഫ്റ്റി പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ പ്ലീറ്റ്സിൻ്റെ മുകളിലും അതുപോലെ നമ്മുടെ യോക്കിൻ്റെ കറക്റ്റ് അളവിനും ലൈനിങ്ങിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 5 സിസ്റ്റേഴ്സിനായിട്ട് ചെയ്ത ഒരു ഗൗണാണ്. അവർ നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുപോലെ സെയിമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്.
പിന്നെ നമ്മളത് കോപ്പി ചെയ്തു എന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ ഏത് ഒരു ഔട്ട്ഫിറ്റ് ചെയ്യണമെങ്കിലും കസ്റ്റമേഴ്സാണ് നമുക്ക് ഓരോന്നും അയച്ചു തരുന്നത്. ഞാൻ ഇന്നാൾ ഇതുപോലൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിലവർ പറയുകയാണ് ഞങ്ങളുടെ ഡിസൈൻ കോപ്പി ചെയ്തിട്ട് അവരിട്ടു ഇവരിട്ടു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഡിസൈൻ കോപ്പി ചെയ്യുന്നത് നമ്മളല്ല, കസ്റ്റമേഴ്സാണ്. അവരാണ് നമുക്ക് ഓരോ ഡിസൈൻസും, അതിപ്പോൾ എനിക്കെന്നല്ല ഏതൊരു ഡിസൈനേഴ്സിനും ഏതൊരു സ്റ്റിച്ച് ചെയ്യുന്നവർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പം ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം അംബ്രല സ്കേർട്ടാണ്, പക്ഷെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബോക്സ് പ്ലീറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വേസ്റ്റ് റൗണ്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 25.5 ഇഞ്ചാണ്. 9 ഇയറാണ് ഈ മോളുടെ ഏജ്. അതിന് നമ്മൾ 2 മടങ്ങ്, അതായത് 2 കൊണ്ട് ഗുണിക്കണം. അതിന് പകരം നമ്മൾ 2.5 മടങ്ങാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിലുള്ള ഫാബ്രിക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വേസ്റ്റ് റൗണ്ടിനെ 2.5 കൊണ്ട് നമ്മൾ ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 63.75 ആണ്. അപ്പോൾ നമുക്ക് 64 എന്നെടുക്കാം. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇത്രയും ഫാബ്രിക്കാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ നമ്മൾ 64നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32 ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പൊസിഷനിൽ 32 വേസ്റ്റ് റൗണ്ട്, ബാക്കിലും നമുക്ക് 32 വേസ്റ്റ് റൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇനി നമുക്ക് എത്ര പ്ലീറ്റ്സാണ് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇടുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് 9, ബാക്കിലും 9 ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 32നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.5 ആണ്. അപ്പോൾ ഓരോ പ്ലീറ്റും കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്കും പുറത്തേക്കും കൂടിയിട്ടുള്ളത് വരുമ്പോൾ ഒരു പ്ലീറ്റ് 3.5-ലായിരിക്കണം നിൽക്കേണ്ടത്. അതിപ്പോൾ നമ്മൾക്ക് ഇട്ട് വരുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇപ്പം നമ്മളിത് 9 പ്ലീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. 2 സൈഡിലേക്കുമായിട്ട് 18 പ്ലീറ്റ്സാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 32 എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട്, നമ്മൾ എക്സസ് ആയിട്ട് എടുത്തിട്ടുള്ള വേസ്റ്റ് റൗണ്ടാണ്. അതിന് നമ്മൾ പ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ വേസ്റ്റ് റൗണ്ട് 32 കിട്ടുന്ന ഭാഗത്ത് നോക്കിയിട്ട് നമ്മൾ ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വേസ്റ്റ് നമ്മൾ ഫാബ്രിക് നോർമലി അംബ്രല സ്കേർട്ടൊക്കെ ഫോൾഡ് ചെയ്തിടുന്ന പോലെ ക്രോസ് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 20 ഇഞ്ചിലാണ് ഈ ഒരു വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഈ വേസ്റ്റ് റൗണ്ട് പ്ലീറ്റ് ഇടാനുള്ള വേസ്റ്റ് റൗണ്ട് വരുന്നത് 64 ഇഞ്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. സാറ്റിൻ്റെ ഫാബ്രിക് ആയതുകൊണ്ട് വിഡ്ത്ത് കുറവായതുകൊണ്ട് തന്നെ നമുക്കിതിൽ അടിഭാഗത്ത് ജോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് വേണം. നോർമലി നമ്മളുടെ നോർമൽ വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് അത്രയും ജോയിൻ്റ് വരില്ലായിരുന്നു. ചെറിയ കുട്ടികൾക്കൊന്നും അങ്ങനെ ജോയിൻസ്, എന്നാലും 9 ഇയറിലൊക്കെ ജോയിൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആ ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗം കൂടി ഒന്ന് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. കോട്ടൺ ഫാബ്രിക്കും അതുപോലെ തന്നെ സ്റ്റിഫ് നെറ്റും നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് പ്ലീറ്റ്സ് എങ്ങനെയാണ്, ബോക്സ് പ്ലീറ്റ്സ് എങ്ങനെയാണ്, നമ്മൾ ഫ്രണ്ട് പോർഷനിൽ 9 പ്ലീറ്റ്സ് അതുപോലെ തന്നെ ബാക്കിൽ 9 പ്ലീറ്റ്സാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചൊരു ഇതിലല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ സെയിം ആയിട്ട് വരുന്ന ഒരു ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ ഇടണം എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. 2 ഭാഗവും ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ യോക്കിലേക്കായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ. മെയിനായിട്ട് നമുക്കിതിൽ എങ്ങനെയാണ് അംബ്രല സ്കേർട്ടിൽ പ്ലീറ്റ്സ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ തന്നെ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു പ്ലീറ്റ്സും അതൊക്കെയാണ് ബാക്കി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. പ്ലീറ്റ്സൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ ആ വേസ്റ്റ് റൗണ്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കണം. 25.5 ഇഞ്ച് ഉണ്ടോ എന്നുള്ളതൊന്ന് മെഷർ ചെയ്ത് നോക്കണം. ഇത് ക്യാൻ ലേസാണ്. ഇത് നമ്മളുടെ ആ ഒരു ഫ്രോക്കിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ നേരെ ഇങ്ങനെ നല്ല വശത്ത് വെച്ചിട്ട് അത് ഫോൾഡ് ചെയ്ത് പുറകുവശത്തേക്ക് മറിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ടൈലേഴ്സ് സ്മാർട്ട് എന്ന് പറയുന്ന പേജിൽ നിന്നാണ്, ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഫ്രോക്കിൻ്റെ അടിയിൽ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഫ്നെസ് കിട്ടാനും ഒരു ഫോട്ടോയിൽ കണ്ട കറക്റ്റ് ഒരു ലുക്കിൽ നമ്മളുടെ ഈ ഒരു ഗൗണ് വരാനും ഇത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു ബാഗും ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ടൊരു കേപ്പും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേപ്പിൻ്റെ വീഡിയോ നമുക്ക് കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവർ നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. പിന്നെന്താ, വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകം പറയാനുള്ളത് എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. ഹൈപ്പ് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ആരും ചെയ്യുന്നില്ല. ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.